നമസ്കാരം. വടകരപ്പതി ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ഹക്കീം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ നാടിൻ്റെ വടകരപ്പതിയുടെ ചരിത്രമാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിന് സവിശേഷമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. പണ്ട് വടകരപ്പതി പ്രദേശം കൊച്ചി രാജവംശത്തിൻ്റെയും തുടർന്ന് മൈസൂർ ഭരണാധികാരികളുടെയും സ്വാധീന മേഖലയായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. വടക്കൻ മേഖലയിലെ കാർഷിക ഗ്രാമം എന്ന അർത്ഥത്തിലാകാം വടകരപ്പതി എന്ന പേര് ഈ പ്രദേശത്തിന് കൈവന്നത്. ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ ഇവയാണ്. കാർഷിക പാരമ്പര്യം. പ്രധാനമായും തരിശുഭൂമിയായിരുന്ന ഈ പ്രദേശം കഠിനാധ്വാനികളായ കർഷകരുടെ ഇടപെടലിലൂടെയാണ് പച്ചപ്പണിഞ്ഞത്. തെങ്ങ്, കരിമ്പ്, നിലക്കടല എന്നിവയുടെ കൃഷി ഇവിടെ വ്യാപകമാണ്. സാംസ്കാരിക വൈവിധ്യം. കേരള തമിഴ് സംസ്കാരങ്ങൾ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. മലയാളവും തമിഴും ഒരുപോലെ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾ ഇവിടെ സൗഹാർദ്ദത്തോടെ കഴിയുന്നു. ജലസേചന ചരിത്രം. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ വരവോടെയാണ് ഈ പ്രദേശത്തെ കൃഷിരീതികളിൽ വലിയ മാറ്റമുണ്ടായത്. വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ നിന്നും കൃഷി സമൃദ്ധിയിലേക്കുള്ള മാറ്റം വടകരപ്പതിയുടെ ആധുനിക ചരിത്രത്തിലെ സുപ്രധാന ഘട്ടമാണ്. ഭരണനിർവഹണം. 1960കളിലെ പഞ്ചായത്ത് പുനഃസംഘടനയോടെയാണ് വടകരപ്പതി ഒരു സ്വതന്ത്ര പഞ്ചായത്തായി രൂപപ്പെട്ടത്. പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്നും അതിൻ്റെ തനിമ നിലനിർത്തുന്നു. നമ്മുടെ വടകരപ്പതിയുടെ വിശേഷങ്ങളും വാർത്തകളും നിരന്തരം അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ്